ക്യാമ്പ് ഫയർ ഉണ്ട്, പാത്രങ്ങളുണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ, മഴ പെയ്ത് എൻ്റെ ബാക്കി നല്ല കട്ട കോടമഞ്ഞായിട്ടുള്ള ഈ സ്ഥലം ഏതാ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടിപ്പാറയാണ്. അടിമാലി ഇരുമ്പാലത്തിനടുത്ത് മുടിപ്പാറയിൽ ഇതുപോലെ അടിപൊളി കിടിലൻ പ്ലേസിലുണ്ട്. ഇപ്പോൾ മഴക്കാലം തുടങ്ങി, മഴ പെയ്യുന്നുണ്ട്, ബാക്കി നല്ല വ്യൂ ആയിരുന്നു. പക്ഷേ മഞ്ഞൊക്കെ പെയ്ത് നല്ല സെറ്റായിട്ട് കട്ട കോടമഞ്ഞ കയറി വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് പോകാൻ പോവാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമുണ്ട്, അധികം ആരും പോകാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തേക്കത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ റിസോർട്ടുണ്ട്, റോക്ക് ക്യാമ്പർ എന്ന് പറഞ്ഞാൽ കിടിലൻ റിസോർട്ടാണ്. തൊട്ടപ്പുറത്ത് വേറെ റിസോർട്ട് കൂടെ ഉണ്ട്, അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ക്യാമ്പ് ലൈറ്റ് എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട്, ആ വഴിയിലൂടെയാണ്. ആ റിസോർട്ടും കഴിച്ചിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാം. കട്ട കോടമഞ്ഞാണ്, വഴി പോലും നേരെ കാണാൻ പാടാത്ത കോടമഞ്ഞാണ്. കണ്ടോ, അതെ ഇതിലൂടെ ഫുള്ള് മരങ്ങളുടെ ഇടയിലൂടെ ഒക്കെ കട്ട കോടമഞ്ഞാണ്. താഴെ നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഈ മഞ്ഞ് കാരണം കാണത്തില്ല. ഇപ്പോൾ ഇതാണ് ക്യാമ്പ് ലൈറ്റ് എന്ന റിസോർട്ടാണ്. നമ്മൾ ആദ്യം റോക്ക് ക്യാമ്പർ കഴിഞ്ഞ് പോകുന്നു. ക്യാമ്പ് ലൈറ്റ് എന്ന് പറഞ്ഞ കിടിലൻ റിസോർട്ടാണ്. ഇവിടെ ഒത്തിരി സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം കേട്ടോ, എന്നാലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുള്ളൂ. ഇതിലൂടെ ഓഫ് റോഡാണ് ഗായ്സ്, ഓഫ് റോഡ് റോഡ് പോലെയാണ്. ഈ രണ്ട് റിസോർട്ടും കഴിഞ്ഞ് പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടുള്ളൂ, അടിപൊളി വ്യൂ കിട്ടുള്ളൂ. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്, എന്ത് രസം അവിടെ കാണാൻ. അപ്പോൾ ഗായ്സ് നമ്മളിതേ മുടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എൻ്റെ ബാക്കി നോക്കിയ കട്ട കോടമഞ്ഞ്, അതേ ഞാൻ നിൽക്കുന്നിടത്തേക്കൊക്കെ നല്ല മഞ്ഞാണ്. ക്യാമറയിലെ ദൃശ്യം വന്നിരിക്കാതെ നമ്മള ബാക്കിലോട്ട് ഭയങ്കര വ്യൂ ആണ്. വാളറ, പത്താമല അങ്ങനെ താഴെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അതേ ഇപ്പം നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പാടില്ല. ആകാശം താഴെ, നമ്മൾ മേളിൽ, ആ ഒരവസ്ഥയാണ് ഗായ്സ്. ഇത് കണ്ടോ ഗായ്സ്, നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നോക്കി, കണ്ടോ കട്ട കോടമഞ്ഞ്. ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ ഇപ്പോൾ മഴ പെയ്ത് ഇരിക്കുകയാണ്, അപ്പോൾ ഡേഞ്ചറാണ്. നിങ്ങൾ നോക്കി കണ്ടൊക്കെ വരണം, നല്ല രസമാണ് കാണാൻ. അതങ്ങോട്ട് നോക്കി ഗായ്സ്, ആകാശം താഴെ, നമ്മൾ മുകളിൽ, കണ്ടോ കട്ട കോടമഞ്ഞ് വെച്ചാൽ കട്ട കോട. നമ്മൾ വന്ന വഴി ഒന്നും കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള മഞ്ഞാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് നിങ്ങൾ ഇവിടുത്തെ വ്യൂസ് നോക്കി, എന്ത് രസമുള്ള വ്യൂ നോക്കി. താഴെ കുതിരവത്തി മല, നമ്മുടെ വാളറ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നമ്മുടെ മുടിപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കി, സൂപ്പറല്ലേ അത്. അവിടെ നമ്മുടെ ഡാം കാണാൻ പറ്റുന്നുണ്ട്, താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ. അവിടെ നമ്മുടെ തൊട്ടിയാർ ഡാമാണ് ഇവിടെ കാണുന്നത്, കണ്ടോ. ഇത് തൊട്ടിയാർ ഡാമാണ്, കണ്ടോ, തൊട്ടിയാർ ഡാം, അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട വഴി ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ എറണാകുളം ഭാഗത്ത് നിന്ന് വന്നെങ്കിൽ ഇരുമ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോരുക. ലെഫ്റ്റ് തിരിഞ്ഞ് വന്ന് മുടിപ്പാറ എന്ന് പറഞ്ഞാൽ അവിടെ ചോദിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വഴിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മുടിപ്പാറയ്ക്കുള്ള. അതിന് അടിമാലി ഭാഗത്ത് നിന്ന് വന്നെങ്കിൽ ഇരുമ്പാലം നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോരുക. റൈറ്റ് തിരിഞ്ഞ് പോന്നിട്ട് പഴമ്പളിച്ചാല പഠിക്കാൻ പോകുന്ന വഴിക്ക് വരിക. വന്നിട്ട് കുറച്ചും കൊന്നു കഴിയുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ വലിയ ആർച്ച ഇരിക്കുന്നുണ്ട്, അതിലൂടെ നമ്മൾ മേലോട്ട് കയറി വരിക. പിന്നെ അവിടെ ലൈറ്റ് ക്യാമ്പ്, റോക്ക് ക്യാമ്പർ, ക്യാമ്പ് ലൈറ്റ് എന്ന് പറഞ്ഞ രണ്ട് റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടിൻ്റെ അങ്ങോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ റിസോർട്ട് രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിടിലൻ കാഴ്ച കാണും. ഇത് മാത്രമല്ല, നമ്മുടെ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് മാറി കുറച്ചങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല അടിപൊളി കാഴ്ചകൾ വരും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള തന്നെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളെ കണ്ടോ. കുതിരത്തി മല ഡാം, എന്ത് രസമാണ് നോക്കി. മഴ മാറിക്കഴിഞ്ഞപ്പോൾ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളി സൂപ്പർ. അപ്പോൾ ഗായ്സ് നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി പോകുന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഇറങ്ങി നിങ്ങളെ കാണിച്ചു തരാൻ സ്ഥലങ്ങൾ കണ്ടോ. അതേ നോക്കി, അടിപൊളിയല്ലേ. ഇവിടെ ഒരു വലിയ പാറ കേട്ടോ, അതേ കണ്ടോ. ഈ പാറ ഇറങ്ങി വേണം നമുക്ക് ഈ താഴോട്ട് പോകാൻ, കണ്ടോ. ഈ താഴോട്ട് ഇറങ്ങി വണ്ടി പോകുന്നറിയില്ല, അതായത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം താഴോട്ട്. നമ്മൾ വന്ന വഴിയാണിത്, കണ്ടോ. അതേ കണ്ടോ, വന്ന വഴിയാണിത്, കണ്ടോ. ഈ വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ വരുന്നത്. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ എന്ത് രസമെന്ന് നോക്കിയാൽ, മഞ്ഞും മലകളും, അടിപൊളി സൂപ്പർ. നമ്മൾ ഈ പാറയൊക്കെ ഇറങ്ങി താഴോട്ട് പോവാണ്. താഴോട്ട് പോയേക്കാം, എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും എന്നാണ് പറയണേ. അങ്ങ് താഴത്തില്ല, നമ്മുടെ മുടിപ്പാറ കേട്ടോ സ്ഥലം, കണ്ടോ. ഇവിടെ നല്ല രസമുണ്ട് ഗായ്സ്. നിങ്ങൾ എവിടെ നിന്ന് നോക്കിയേ, ഇതാണ് നമ്മുടെ മുടിപ്പാറയുള്ള വ്യൂ പോയിന്റും റിസോർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. ആ മരവും മരത്തിൻ്റെ അവിടെയുള്ള ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടോ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ നോക്കി. എന്ത് രസമാണ് കാണാൻ. എന്തേ കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ നോക്കി. അപ്പോൾ നല്ല കട്ട കോടമഞ്ഞ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കയറി വരുവാണ്, കണ്ടോ. ഇപ്പം നമ്മൾ നിന്ന നിപ്പിന് കട്ട കോടമഞ്ഞ് കയറി സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടോ. അടിപൊളി വൈബ് എന്ന് വെച്ചാൽ അടിപൊളി വൈബ്. മഴ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ
ഇവിടുത്തെ വ്യൂ നിങ്ങൾ കണ്ടോ, എന്നാ വ്യൂ നോക്കിക്കണ്ടോ. മഴ മാറും മഞ്ഞ് മാറും ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ വ്യൂ നോക്കണം. അടിപൊളി വ്യൂ കണ്ടോ. അതെ ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത കണ്ടോ. എന്ത് രസം നോക്കി. ഇനി ഒരു സൂര്യനോട് ശരിക്കും വെയിലണോ ഒന്ന് സൂര്യനോട് അസ്തമിച്ച് കഴിഞ്ഞാണ്ടല്ലോ പൊളി, ഒന്നും പറയാനില്ല. അതെ നോക്കി മഴ മാറി മഞ്ഞൊക്കെ മാറി നിൽക്കുന്ന സമയത്തുള്ള നമ്മുടെ വ്യൂ ആണ് കാണുന്നത് കേട്ടോ. ദേ കണ്ടോ കണ്ടോ, അടിപൊളിയല്ലേ. ദേ മഞ്ഞൊക്കെ പോകണുണ്ടല്ലോ അവിടെ, അടിപൊളി കണ്ടോ. ദേ അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പറല്ലേ കണ്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് ഗായ്സ്, ഒന്നും പറയാനില്ല, അടിപൊളി. നല്ല അടിപൊളി ടെൻ്റാണ്, എല്ലാത്തിനും നല്ല സൗകര്യമാണ് കേട്ടോ. ഇതുണ്ടോ ഇവിടെ ചെറിയ ചെറിയ ടെൻറ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് ടെൻ്റൊക്കെ പരിചയപ്പെടാം കേട്ടോ. അതിന് മുമ്പ് ഇവിടുത്തെ നല്ല വ്യൂ ഉണ്ട്, കിടിലൻ വ്യൂ ഉണ്ട്. ആ വ്യൂ കാണാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് വന്നത് കണ്ടോ. മരമൊക്കെ നിൽക്കണം, നിങ്ങൾ നോക്കി എന്ത് രസമാണെന്ന് നോക്കി, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ നോക്കി, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. രാത്രി ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും. ആട്ടി സാക്കെ ആയിട്ട് നോക്കി, താഴെ എൻഎച്ചും കാര്യങ്ങളെല്ലാം കാണാം ഇതിലൂടെ നോക്കി കഴിഞ്ഞാൽ, അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതേ ഇവിടെ പാറ കേട്ടോ, എന്ത് രസമാണെന്ന് നോക്കി ഇവിടെ വന്നാൽ. ദൈവം അടിപൊളി. ഇത് ഇങ്ങോട്ട് താഴത്തൊക്കെ ഒത്തിരി ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ നമ്മൾ അങ്ങ് മുകളിൽ നിന്നാണ് നടന്നു വന്നത് കണ്ടോ. ആ മരം നിൽക്കണ നോക്കി, എന്നാ ലുക്കാന്ന് നോക്കി, അടി ഒരു പ്രത്യേക വൈബ്. ഇതുവരെ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാണ്ടല്ലോ മഞ്ഞും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് അടിപൊളി. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കണ്ടോ, ദേ താഴത്തൊക്കെ ഭയങ്കര വ്യൂ ആണ് കണ്ടോ. ആണത് അവിടെ നല്ല തിക്ക് കാട്. ഈ താഴെ ഇവിടെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, തൊട്ട് താഴെ കുറച്ച് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അതേ കണ്ടോക്ക് അടിപൊളി, നല്ല രസമുണ്ട്, അടിപൊളി. വണ്ടിയൊക്കെ ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ പാറക്കട ഇറക്കി കൊണ്ടുവരാൻ പറ്റും. അത് നല്ല രസമുണ്ട്, ഒരു പ്രത്യേക വൈബ്. അത് നമ്മുടെ ഇരുമ്പുപാലത്ത് മുടിപ്പാറ ഇതുപോലെ ഒരു കിടിലൻ സ്ഥലം നിങ്ങൾ കണ്ടോ. എന്ത് ഏരിയ നോക്കി ഇവിടെ, അടിപൊളി ഏരിയ. അതെ അവിടെ കണ്ടോ, കാണാൻ എന്ത് രസമാണ് നോക്കി കണ്ടോ, സൂപ്പർ അടിപൊളി. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതെ ലൈവായിട്ട് നാച്ചുറലായിട്ട് ഇവിടുന്ന് മാങ്ങാപ്പഴം ഉണ്ട്. മാങ്ങാപ്പഴം ഒരു കെമിക്കലോ വിഷം ഒന്നുമില്ലാതെ മാങ്ങാപ്പഴം, അടിപൊളി. സൂപ്പർ. അടിപൊളി, കൊള്ളാം, സൂപ്പർ. നമ്മൾ ക്യാമ്പ് ലൈറ്റിൽ വന്നിട്ട് ഇവിടെ ടെൻറ്റ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി നോക്കാം, കിടന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ബാ. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ടെൻറ്റ് കണ്ടോ, നല്ല അടിപൊളി ടെൻറ്റാണ്. ഇത് നല്ല പ്രൊട്ടക്ഷനായിട്ട് ഒരു തുറക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. തുറന്ന് നമ്മൾ ഇങ്ങനെ വാതിൽ തുറക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സിബുണ്ട് കേട്ടോ. സിബിൽ ഇങ്ങനെ തുറക്കാം, സിബ് തുറക്കാം. ഈ സിബ് തുറന്നു. പിന്നെ ഒരു സിബും കൂടെ ഉണ്ട് ഇവിടെ. ആ സിബും കൂടെ നമ്മൾ തുറക്കാൻ പോകണം. അതെ സിബ് തുറന്നു. എന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോകണം ഗായ്സ്. വാ ഗായ്സ്, കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളി, നല്ല അടിപൊളി, സൂപ്പറാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാണല്ലോ പുറത്ത് വെക്കുമ്പോൾ തണുപ്പും കാര്യങ്ങളും ഇല്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടുത്തേക്ക് കാണിച്ചത് കണ്ടോ, സുഖമായിട്ട്. ഞാൻ ആ 6 അടി മുകളിൽ എനിക്ക് പൊക്കമുണ്ട്, നീണ്ടു നിവർന്ന് സുഖമായിട്ട് കിടക്കാം കണ്ടോ. ഹായ്, അടിപൊളി. 3 പേർക്ക് സുഖമായിട്ട് ഇതുപോലെ കിടക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ലൈറ്റിലാണ് ഇതുപോലെ സൗകര്യമുള്ളത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പറയും. എല്ലാ സൗകര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഫുഡ് ഇവിടെ വന്ന് ഉണ്ടാക്കി കഴിക്കാം. പാത്രവും ഗ്യാസും എല്ലാ സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ വന്നാൽ മതി, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളായിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ പറഞ്ഞാൽ ഭക്ഷണം നമുക്ക് എന്നാ ഭക്ഷണം വേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടെ എത്തിച്ചു തരും. ക്യാമ്പ് ഫയർ എല്ലാ സംവിധാനവും ഉണ്ട്. രാത്രി വന്നാൽ പൊളിയാണ്, അടിപൊളിയാണ്. ഇപ്പോൾ മഞ്ഞ് നിങ്ങൾ തന്നെ കണ്ടുല്ലോ, മഞ്ഞ് തന്നെ കണ്ടു. അതുപോലെ തന്നെ എന്നാ പറയുക, മഞ്ഞൊക്കെ മാറി കഴിയുമ്പോഴും നല്ല അടിപൊളി വൈബാണ്, സൂപ്പറാണ് കാണാനൊക്കെ, സൂപ്പറാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്ത് മഞ്ഞുണ്ടെങ്കിലും എന്ത് തണുപ്പുണ്ടെങ്കിലും ഒന്നും അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് കേട്ടോ, നല്ല സൗകര്യമുണ്ട് കിടക്കാൻ, അടിപൊളിയായിട്ട് കിടക്കാം. എങ്ങനെ വേണമെങ്കിലും നീണ്ടു ദൂരം കിടക്കാൻ പറ്റും, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ വരിക, വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ മുടിപ്പാറയാണ്. ഇപ്പോൾ ഇരുമ്പുപാലത്ത് വന്നിട്ട് ഇരുമ്പുപാലത്ത് കയറി ഒഴുവത്തടം വഴി കയറി മുടിപ്പാറ ക്യാമ്പ് ലൈറ്റ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാലും മതി, കാണും. അപ്പോൾ നമ്പറൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇനിയിപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. അടിപൊളിയാണ്, അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനും എല്ലാത്തിനും നല്ല സൗകര്യമാണ്. കയറാനും ഇറങ്ങാനൊക്കെ നല്ല സൗകര്യമാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. വാ കുഞ്ഞിൻ്റെ പറയും കണ്ടോ. ഇതിൻ്റെ ഉള്ളിലെ വ്യൂ എന്ന് വെച്ചാണ്ടല്ലോ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, സൂപ്പർ. ഓക്കെ, നമ്മൾ കുറേ നേരം ഇവിടെ വന്ന് നിന്നു കേട്ടോ. ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിന്നു. അപ്പോൾ മഴ മാറുമ്പോൾ പുറത്തോട്ട് ഇറങ്ങി കാണുന്ന വ്യൂസാണ്, കാഴ്ചകളാണ് കാണുന്നത്. മഴ വരുമ്പോൾ നമ്മളിവിടെ ടെൻറ്റിൽ കയറിയിരിക്കും. പിന്നെ ഓലയും കൊണ്ട് മേഞ്ഞ കുറേ പേരകളും കൂടാരങ്ങളൊക്കെ ഉണ്ട്. മഴ മാറി കഴിയുമ്പോഴുള്ള ഈ വ്യൂസ്, ആ മഞ്ഞിങ്ങനെ ഓടിപ്പോണതും
താഴത്തെ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവിടെയുള്ള കുറേ അങ്ങ് ദൂരെയുള്ള മലനിരകൾ ഇങ്ങനെ കണ്ടോ, കട്ടയ്ക്ക് മഞ്ഞ് താഴെ നിൽക്കുമ്പോൾ അങ്ങ് ദൂരോട്ടൊക്കെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. തൊട്ട് താഴെ തൊട്ടിയാൽ ഡാം, NH വണ്ടി പോണത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് താഴോട്ട് കാണാനൊക്കെ. പിന്നെ ഇവിടെ വന്നിരുന്ന സമയം പോണതേ അറിയില്ല. മഞ്ഞ് ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ. നോക്കി കണ്ടോ, അടിപൊളി വ്യൂ, സൂപ്പർ കണ്ടോ. മഞ്ഞ് മാറുമ്പോൾ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും താഴോട്ടൊക്കെ കണ്ടോ. ഇവിടെ ഓല കൊണ്ട് വേഞ്ഞ കൂടാരങ്ങൾ കണ്ടോ, ടെൻറ്റുകൾ. ഈ സൈഡിൽ നോക്കി ഫുള്ള് മഞ്ഞാണ്, ടെൻറ്റുകൾ കണ്ടോ. ഇത് കണ്ടോ, അടിപൊളി, നല്ല പ്രൈവസി ആയിട്ട് സെറ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടോ. ഈ മഞ്ഞും മഴയുള്ള സമയങ്ങളിൽ തന്നെ, എന്നാലാണ് നമുക്ക് ഇതുപോലെ സെറ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. മഞ്ഞുകൾ കൊണ്ട് മൂടി കണ്ടോ, അതാണ് ലുക്ക് കണ്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇവിടെ ഈ ചക്ക, കാത്തിൽ ചക്കയും കാര്യങ്ങളെല്ലാം ഉണ്ട് കിടക്കുന്നുണ്ട്. ഇതിൽ ഊഞ്ഞാല ഇടാം കണ്ടോ, മഞ്ഞ് കണ്ടോ, നല്ല അടിപൊളി ഓഫ് റോഡ് പോലത്തെ വഴികളും വണ്ടിയെല്ലാം തന്നെ ഇവിടെ വരും കണ്ടോ. ഇതുപോലെ ആളുകളും എല്ലാവരും തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോണ്ടല്ലോ കാഴ്ച, ഇവിടെയൊക്കെ ഒത്തിരി ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി പാറ കണ്ടോ, നല്ല രസമുണ്ട് കണ്ടോ. അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല, സൂപ്പർ. അവിടെയൊക്കെ നല്ല അടിപൊളി ഇതാണ്. താഴെയൊക്കെ ഇത് ഇവിടെ ഏതാ സ്ഥലം, താഴെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഏത് ഭാഗമാണെന്നൊന്നും എവിടെ നിന്നാണ് വന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കാണാനൊക്കെ, സൂപ്പർ. നമ്മളിത് ഇതിലൂടെ ഇറങ്ങി വരുമ്പോൾ കണ്ടോ, മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ കട്ട കോടമഞ്ഞ്, ഇവിടെ ടെൻറ്റ്, അടിപൊളി. എന്നാ വൈബാന്ന് നിങ്ങൾ നോക്കിയത്, അടിസാക്കെ, ഒന്നും പറയാനില്ല, അതുപോലെ വൈബാണ്. നമ്മളിത് കണ്ടോ ഇറങ്ങി തന്നെ വഴിയും കാര്യങ്ങളൊക്കെ കണ്ടോ, സൂപ്പർ അടിപൊളി. ഇതുപോലെ കട്ട മഞ്ഞതും മഴയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇവിടെ താമസിക്കണം. എൻ്റെ പൊന്നെ, ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ചിക്കൻ ചൂടാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. ടെൻറ്റ് എല്ലാം ഉണ്ട് ഇവിടെ. ഇതുപോലെയുള്ള വലിയ കാട്, ഫോറസ്റ്റ് പോലെ ഇങ്ങനെ നിൽക്കണേ കണ്ടോ. എന്ത് രസമാണെന്ന് നോക്കി, എന്ത് രസം വെച്ചാൽ നിങ്ങൾ വനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ ഒരു ഫീലാണ്. ഈ മഞ്ഞും കണ്ടോ, ഈ ടെൻറ്റും ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ സൂപ്പറാണ്, ഒന്നും പറയാനില്ല, അടിപൊളി. നോക്കി ആ മുകളിലോട്ടൊക്കെ നിങ്ങൾ നോക്കി കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ടെൻറ്റ് ഇവിടെ ഉണ്ട് കണ്ടോ, തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. 2 സിബ് ഉണ്ട് കണ്ടോ, നമുക്ക് തുറന്നു നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന്. വാവ് സൂപ്പർ, ഇങ്ങനെ തുറന്നു പിടിച്ച് കണ്ടോ, അടിപൊളിയായിട്ട് 3 പേർക്ക് കിടക്കാം. അടിപൊളി ടെൻറ്റ് കണ്ടോ, സൂപ്പറല്ലേ കുഞ്ഞിനെ, അടിപൊളി. ലോക്ക് ചെയ്തോ. ഇതുപോലെയുള്ള സ്ഥലത്ത് ഇതുപോലെ ഈ സമയങ്ങളിൽ തന്നെ, ഇതുപോലെ മഞ്ഞും മഴയും ഇതുപോലെയുള്ള സമയങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിലേക്ക് വരണം, അടിപൊളി. അപ്പോൾ ഇതുപോലെ കട്ട കോടമഞ്ഞത്ത് ടെൻറ്റ്, ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ടോയ്ലറ്റും കാര്യങ്ങളും ബ്ലോക്കാണ് ഈ സൈഡ്. ഒരു പട്ടിക്കൂട്ടൻ തന്നെ ലക്ഷ്യമാക്കി നടന്നു വരുന്നുണ്ട്, കടിക്കുമെന്ന് അറിയാൻ പാടില്ല. കുക്രൂ ഇല്ല, പുള്ളി കുഴപ്പക്കാരനല്ല, അതിലുള്ള ഫോൺ കേട്ടോ. പുള്ളി ഇവിടുത്തെ അന്തേവാസിയെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ കട്ട കോടമഞ്ഞ് കയറി വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ടെൻ്റ് ഉണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളിലൊക്കെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ആ മഞ്ഞങ്ങ് മാറി കഴിഞ്ഞ് നോക്കുമ്പോഴല്ലോ അടിപൊളി വൈബായിരിക്കും, കാണാൻ സൂപ്പറായിരിക്കും കണ്ടോ. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ എന്ത് രസമാണ്, ഒന്നും പറയാനില്ല, ഒന്നും കണ്ടോ. അത് ഭയങ്കര വൈബാണത് കണ്ടോ. വൈബ് എന്ന് വെച്ചാൽ വൈബ്. ഇതിൽ പാറക്കല്ലും കണ്ടോ, സൂപ്പറല്ലേ, അടിപൊളി. അടസാക്കെ കൊള്ളാം, അടിപൊളി. ഇതുപോലെ ഈ സമയങ്ങളിൽ മഴക്കാലങ്ങളിൽ തന്നെ, വേനൽക്കാലം ഇവിടെ വെയിലൊന്നുമില്ല, തണുപ്പായിരിക്കും. എന്നാലും ഈ സമയങ്ങളിൽ വരുമ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മളൊരു മെയ് മാസത്തിലാട്ടോ, മെയ് മാസം ലാസ്റ്റ്. ഇപ്പോൾ ജൂണൊക്കെ സ്കൂളൊക്കെ അറിയപ്പോഴത്തേക്കും മഴയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ആ സമയമായപ്പോഴത്തേക്കാണ് വന്നത് കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ, മഞ്ഞ് അങ്ങോട്ട് മാറി വരുമ്പോൾ താഴെ ഭാഗത്തുള്ള വ്യൂ നിങ്ങൾ കണ്ടോ. മഞ്ഞ് മാറി മാറി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ, കണ്ടോ. താഴെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അത് വാളറ എന്ന് പറഞ്ഞ സ്ഥലമാണ്, വാളറ വടക്കേച്ചാൽ താഴെ ഭാഗങ്ങൾ കണ്ടോ. മഞ്ഞിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് കണ്ടോ. ഇത് കണ്ടോ, പാറയുടെ സൈഡിൽ നല്ല കിടിലൻ ചെടിയൊക്കെ നിൽക്കണതാണ് കണ്ടോ. നല്ല വ്യൂവിൽ നിൽക്കണ്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾ നോക്കി കണ്ടോ, സൂപ്പറല്ലേ കണ്ടോ. ആ റിസോർട്ടിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളും. ഈ മരമൊക്കെ രാത്രിയാകുമ്പോൾ ലേറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി ഞങ്ങൾ അടിപൊളിയാക്കി സെറ്റ് ചെയ്യും കണ്ടോ. എന്നെ പച്ചപ്പാ നോക്കി. അതേ അവിടെ പ്ലാത്തിൽ ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കണ്ടോ. നല്ല അടിപൊളി ലുക്കാണ്, നല്ല രസമുണ്ട്. നമുക്ക് എന്നാ പറഞ്ഞത്, പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇവിടെ വന്ന കണ്ടോ. നോക്കി
പിന്നെ ഇതുപോലെ തന്നെ മഞ്ഞിൻ്റെ താഴ്വാരത്തിലേക്ക് നോക്കാൻ പാകത്തിനൊരു ഓലയും കൊണ്ട് കഴിഞ്ഞൊരു കൂടാരം കണ്ടോ. അടിപൊളിയല്ലേ നോക്കി, സൂപ്പറല്ലേ, എന്ത് രസമാണ് നോക്കി. കണ്ടോ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലയും കൊണ്ട് മേഞ്ഞൊരു കണ്ടോ പഴയ മോഡൽ ഒരു കൂടാരം പോലത്തെ ഒരു സംഭവം കണ്ടോ. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കണ്ടത് നമുക്കിങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞാണ്, ഒന്നും കാണാൻ പാടില്ലാത്ത. കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ ഒന്നും കാണത്തില്ല എന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ കണ്ടോ, സൂപ്പർ, ഒന്നും പറയാനില്ല. കണ്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. കണ്ടോ, ഇവിടെ ഒരു ചെടി പോലത്തെ സാധനങ്ങളുണ്ട്, ഞാൻ ആദ്യം കണ്ടായിരുന്നു. പക്ഷേ ഇത് അറിയാവുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാണെന്നൊരു ഐഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ല. കണ്ടത് പാറ വഴി ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. കണ്ടോ, മഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഞ്ഞ് കയറി വരും. അപ്പോൾ നമ്മൾ ഈ ഓല കൊണ്ട് മേഞ്ഞ ഈ കൂടാരത്തിനുള്ളിരിക്കുന്ന കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞ് ഇടിച്ച് കയറുന്നുണ്ട്, പക്ഷേ നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെ. നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഓണറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടുത്തെ എങ്ങനെയാണ് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യവും പിന്നെ ഇവിടുത്തെ എങ്ങനെയാണ് ബാക്കി ഫുഡും ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? പലരും ചോദിക്കും ചിലപ്പോൾ, അതാണ്. അത് ഇരുമ്പാലത്തിന് ഒരു 3.5 കിലോമീറ്റർ ഉണ്ട് മുടിപ്പാറ. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നിൽ ഹോട്ടൽ അറേഞ്ച് ചെയ്യും, ഇതന്നെ ഒന്നിൽ മറ്റേ ഹോട്ടലിൽ അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാറ്ററിംഗിൽ അറേഞ്ച് ചെയ്യും, അത് സെറ്റാക്കും, കുഴപ്പമില്ല. ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള സംവിധാനമുണ്ട്, പാത്രം ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള എല്ലാ സംവിധാനമുണ്ട്. കഴിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഇരുമ്പോലത്തെ ഏത് ഹോട്ടലിലെ ചാപ്പാട വേണ്ടെന്നല്ല ആ സാധനം എത്തിച്ചു കൊടുക്കും. എല്ലാ സൗകര്യമുണ്ട്. ക്യാമ്പ് ഫയർ അങ്ങനെ കാര്യങ്ങൾ, ക്യാമ്പ് ഫയർ ഉണ്ട്, പാത്രങ്ങളുണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ നമ്മള് വാങ്ങിക്കാം. ഇതില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തന്നെങ്കിൽ അതും ചെയ്തു കൊടുക്കും. ഹോംലി ഫുഡാണ്. ഇത് ക്യാംപ്ലേറ്റ് വ്യൂ പോയിന്റ്. മുടിപ്പാറ പേര് ലാസ്റ്റ്. അതെ ലാസ്റ്റ് ഉണ്ട്. ഓക്കെ. താഴെ ഭാഗങ്ങളൊക്കെ തെളിഞ്ഞെളിഞ്ഞുണ്ട്. മഞ്ഞിങ്ങനെ വെയിൽ പതുക്കെ തെളിഞ്ഞപ്പോൾ മഞ്ഞിങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അടിപൊളി. കുതിരവത്തിമല കേട്ടോ, ലോങ്ങി കാണുന്ന കുതിരവത്തിമല ഒക്കെ കാണാം. എൻ്റെ അങ്ങോട്ടൊക്കെ മഞ്ഞ് കാണുമല്ലോ. സൂര്യാസ്തമയം നല്ല സെറ്റപ്പായിട്ട് കാണാൻ പറ്റും. മഞ്ഞും മഴ ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഓട്ടോയ്ക്കാണ് വന്നത്. അപ്പോൾ ഓട്ടോ താഴെയിട്ടൊക്കെ കയറി വന്നേ. അപ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോഴും ഒക്കെ ഉള്ള വ്യൂ ഉണ്ടോ, കിട്ടില്ല വ്യൂ ഇല്ലേ നോക്കി. ആണോ, അടിപൊളി. കണ്ടോ, എന്ത് രസമാണ് നോക്കി കാണാനൊക്കെ. കണ്ടോ, സൂപ്പർ വ്യൂ അല്ലേ, അടിപൊളി. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ഇവിടെ വരിക, വന്ന ദിവസം ക്യാമ്പ് ചെയ്യണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് വരിക ഇതിലൂടെ. കണ്ടോ, അപ്പോൾ നമ്മുടെ ക്യാംപ്ലൈറ്റിൽ നിന്നുള്ള വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ, ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കും, അപ്പോൾ നിങ്ങൾ വിളിക്കുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുപോലെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ.